സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST ഉദ്യോഗാർത്ഥികൾ നടത്തി വന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. മന്ത്രി N. ഷംസുദ്ദീനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ആവശ്യങ്ങൾ സർക്കാർ ഭാഗികമായി അംഗീകരിച്ചതായും 45 ദിവസത്തെ സമയം സർക്കാർ തേടിയിട്ടുണ്ടെന്നും സമരക്കാർ അറിയിച്ചു. സമരപ്പന്തലിൽ റാങ്ക് ഹോൾഡേഴ്സ് ആഹ്ലാദം പങ്കിട്ടു. 37 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയായിരുന്നു ഉദ്യോഗാർത്ഥികൾ. സമരസമിതി നേതാവ് വളർമതി 13 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു. അതേസമയം ഉദ്യോഗാർത്ഥികൾ സമരപ്പന്തലിൽ തുടരും. സമരം 37ാമത്തെ ദിവസമാണ് ഇന്ന്. 13ാമത്തെ ദിവസമാണ് നിരാഹാരം ഇരിക്കുന്നത്. ഇത്രയും ദിവസം വൈകിപ്പിച്ചു എന്നുള്ളതിൽ വളരെ വിഷമമുണ്ട് ഞങ്ങൾക്കെങ്കിലും ഒരു ചർച്ച നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് നിരാഹാര സമരമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ട ഡിമാൻഡ്സ് നേരത്തെ പറഞ്ഞിരുന്നു. 1:25 എന്ന് പറയുന്ന റേഷ്യോ കുറയ്ക്കലുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ഫോൾ സംഭവിച്ച സ്കൂളുകളിൽ മാത്രം നടപ്പിലാക്കുക, അതും ഗവൺമെൻറ് സെക്ടറിൽ മാത്രം നടപ്പിലാക്കുക. അത് ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയാവുന്ന വിഷയമല്ല. അതുപോലെ തന്നെ HTV ഹെഡ് ടീച്ചർ വാക്കൻസി എന്ന് പറയുന്ന പോസ്റ്റ്, അതും ഡെയിലി വേജ് വർക്ക് ചെയ്യുന്ന പോസ്റ്റുകളാണ്. അതിനകത്ത് സാലറി കൊടുക്കുന്നുണ്ട്. അതൊരു പോസ്റ്റ് ക്രിയേഷൻ അല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലുണ്ട്. അതേപോലെ 1:1 എന്ന് പറയുന്നത് അവർ പറയുന്ന എയ്ഡഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു സൊല്യൂഷനാണ് 1:1 എന്ന് പറയുന്നു. നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഗവൺമെൻറ്റിൽ പ്രൊട്ടക്ഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എയ്ഡഡിൽ പ്രൊട്ടക്ഷൻ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് സെക്ടറിൽ ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ തീർച്ചയായിട്ടും ഇങ്ങനൊരു വിഷയം ഇതുവരെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അടുത്തത് ലിസ്റ്റ് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അത് ലിസ്റ്റ് കാലാവധി തീരുന്ന സമയത്തും മുറയ്ക്ക് തീർച്ചയായിട്ടും 2 അധ്യയന വർഷങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് പരിഗണിക്കുമെന്നുള്ളൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയം, നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും നീട്ടിവെക്കുമെന്ന് തന്നെയുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. നിരാഹാരം അദ്ദേഹം വെള്ളം തന്നു. നിരാഹാരം ഞാൻ അവസാനിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ആവശ്യം അവർക്ക് നടപ്പിലാക്കാൻ ഈ പറയുന്ന റേഷ്യോ കുറയ്ക്കുന്നതും HTUവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കാൻ നമ്മൾ ആപ്റ്റായിട്ട് LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം അവരുമായി സംസാരിച്ചു. ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുന്നയിച്ച ആവശ്യങ്ങൾ അതാദ്യം ഞങ്ങളൊന്ന് അതിൻ്റെ ഒരു ഹോംവർക്ക് നടത്തിയിരുന്നു, എങ്ങനെയൊക്കെയാണ് അതിൽ പോകാൻ കഴിയുക. അപ്പോൾ ആ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചു. അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ അതിൽ സമരസമിതി ഉന്നയിച്ചതിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പരിഹാരത്തിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അതിൽ മന്ത്രി വ്യക്തമാക്കിയ കാര്യം, PSC ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിന് സ്റ്റേ. ഹൈക്കോടതിയാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. 1 മാസത്തേക്കാണ് സ്റ്റേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.